ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ആ സ്ത്രീയുടെ ഏക ആശ്രയമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മകൻ. അവൻ്റെ കൈകാലുകൾ വളരുന്നത് ആകാംക്ഷയോടെ നോക്കിക്കണ്ട അമ്മ. അമ്മയ്ക്കുള്ളതെല്ലാം അവനായിരുന്നു. തൻ്റെ ഭർത്താവ് മരിച്ചതു മുതൽ തൻ്റെ ജീവിതം തള്ളി നീക്കുവാൻ പ്രചോദനമായത് ആ മകനാണ്. തൻ്റെ മകൻ ഉള്ള കാലം ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ലെന്ന് അമ്മ ചിന്തിച്ചു. എന്നാൽ ആ അമ്മയുടെ പദ്ധതികളെല്ലാം തകർത്തുകൊണ്ട് ആ മകൻ മരിച്ചു. താങ്ങാനാവാത്ത ആത്മനൊമ്പരത്താൽ അവൾ പൊട്ടിക്കരഞ്ഞു. തൻ്റെ മകൻ്റെ മൃതശരീരവുമായി അവൾ പാർത്തിരുന്ന ഗ്രാമത്തിൻ്റെ തെരുവീഥിയിലൂടെ മറ്റുള്ളവർക്കൊപ്പം അവൾ നടന്നു നീങ്ങി. അല്പസമയത്തിനകം ആ ശരീരം അടക്കപ്പെടും. മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ സഹതാപം കാട്ടുവാൻ കുറച്ചുപേർ. ചിലർ ഉള്ളിൽ പരിഹാസത്തോടെ അവളെ നോക്കും. ആദ്യം ഭർത്താവ് നഷ്ടപ്പെട്ടവൾക്ക് ഇപ്പോൾ മകനും നഷ്ടപ്പെട്ടിരിക്കുന്നു. പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ശവമഞ്ചവുമായി നീങ്ങുമ്പോൾ സകലത്തെയും സൃഷ്ടിച്ച നസറായനായ യേശു അവളുടെ കരച്ചിൽ കേട്ടു. നയിനിലെ തിരുവീഥിയിലൂടെ അവളുടെ അടുക്കൽ നടന്നെടുത്തു. യേശു ശവമഞ്ചം തൊട്ടു. മഞ്ചൽ ചുമക്കുന്നവർ നിന്നു. ഇല്ലായ്മയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തുന്നവനായ യേശു ആ മൃതശരീരത്തോട് ഇങ്ങനെ പറഞ്ഞു: ബാല്യക്കാര, എഴുന്നേൽക്ക. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ആ അമ്മയ്ക്ക് തൻ്റെ ലോകം മുഴുവനും തിരികെ ലഭിച്ചു. ഇതുവരെയും അവൾ കണ്ടിട്ടില്ലാത്ത ആ കർത്താവ് തൻ്റെ തകർച്ചയിൽ ഇറങ്ങി വന്നത് അവളെ അത്ഭുതപ്പെടുത്തി. ഇനി ആ അമ്മ കരയില്ല. ഇതാണ് നമ്മുടെ യേശു. പ്രത്യാശയുടെ കിരണങ്ങൾ നശിച്ചവർക്കരികിലായി യേശു ഇന്നുമുണ്ട്. ജീവിതം കൈവിട്ടു പോകുമ്പോൾ, ജീവിത പടക് ആടി ഉലയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ അരികിലെത്തും. നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിക്കും വിധം നിന്റെ ചുറ്റും ആഞ്ഞടിക്കുന്ന ആ പ്രതികൂലം എന്താണ്? വിളിക്കാമോ യേശുവിനെ? നിന്റെ കരമൊന്നുയർത്താമോ? യേശു നിന്റെ അരികിലുണ്ട്. സദൃശവാക്യം 23:18. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ